നമുക്ക് സേതുവിന്റെ പല്ലുവേടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് പ്രതാപം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പത്തിന് പൂർണിമ പ്രതാപനെ നോക്കുകയാണ്. ചേച്ചി എന്ത് കാണാനായിട്ടാ സേതുവിനോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നേ? ദേ ചേച്ചിക്ക് വേണ്ടിയിട്ട് മാധവേട്ടൻ പണി കഴിപ്പിച്ച വീടാ. ഈ വീട്ടിൽ നിന്ന് ചേച്ചി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് പിന്നെ ഇവിടെ ഒരവകാശം ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ പൂർണ്ണിമ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പോഴേക്കും കുറുപ്പ് പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഒരു കാര്യം ഞാൻ പറയാം പൂർണ്ണിമേ, ഇനി ഇവിടെ നിൽക്കുന്നോണ്ട് കാര്യമില്ല. പല്ലവി ഇവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാരും കൂടെ ഇപ്പൊ സേതു പറഞ്ഞ പോലെ ഒരു വാടക വീട് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ രാത്രി കഴിച്ചു കൂട്ടുന്നോണ്ട് വലിയ അർത്ഥമൊന്നും തോന്നില്ല. ലക്ഷ്മി എന്താണെങ്കിലും അവര് പറഞ്ഞ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് മാറുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് സേതുവിനോടൊപ്പം പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, പിന്നെ ഇവിടുന്ന് ഇറങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിലേ പിന്നെ അതോടുകൂടി തീർന്നു, പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാനൊന്നും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സേതു നേരെ ഇന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം. അതെ, എന്റെ അമ്മ ഇവിടെ ഇട്ട് പന്ത് തട്ടാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയ്ക്ക് സേഫ്റ്റി ആയിട്ടൊരു സ്ഥലം ഞാൻ ഒരുക്കിയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്താണെങ്കിലും ഇപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളാരും ചിന്തിക്കുക പോലും വേണ്ടാന്ന് ഇന്ദ്രനോട് പറയാണ്. ഇന്ദ്രനും പ്രതാപനൊക്കെ പരസ്പരം മുഖത്തോടെ മുഖം നോക്കുകയാണ്. കാരണം പൂർണിമ അവിടെ തന്നെ നിൽക്കണം, വഴക്കൊക്കെ ഒന്നുകൂടെ മൂർച്ഛിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ കളവൊരുക്കുന്നത്. ഇന്ദ്രനും അതെ, പ്രതാപനും അതെ. ആ സമയത്ത് സേതു പുണ്യാമ്മ എടുത്തു നിന്നിട്ട് പറഞ്ഞു, പുണ്യാമ്മ, അമ്മ എൻ്റെ കൂടെ പോരെ, അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കിയാളാം. ആർക്കും തട്ടിയിട്ട് കൊടുക്കാൻ ഞാൻ വിട്ടു കൊടുക്കത്തൊന്നുമില്ല. ഇനി അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ പൊന്നുമടത്തിലെ മാധവമേനന്റെ ഭാര്യയായിട്ട് തന്നെ അമ്മ ഇങ്ങോട്ടേക്ക് വരും. ആ എല്ലാ അധികാരങ്ങളോടും കൂടിയായിട്ട് ആയിരിക്കും അമ്മ ഇനി ഇവിടെ താമസിക്കാനായിട്ട് പോകുന്നത്. അമ്മയുടെ കൈ പിടിച്ച് ഞാനിവിടെ കയറ്റും. അമ്മ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട എന്ന് സേതു പൂർണ്ണിമയ്ക്ക് ഉറപ്പ് കൊടുത്തു. ഈ സമയത്ത് പല്ലവിയോട് അവിടെ നിന്നോളാൻ പറഞ്ഞത് ഇന്ദ്രന് അത്രയ്ക്കാണ്ട് ഇഷ്ടപ്പെടില്ല. കാരണം പല്ലവിയോട് നിന്നിട്ടുണ്ട് എങ്ങനെ ശരിയാവുന്നേ. അപ്പോഴേക്കും സേതു പറഞ്ഞു, പല്ലവി നീ ഇവിടെ നിന്നോളാൻ പറയാണ്, ഞങ്ങൾ പൊയ്ക്കൊള്ളാന്ന് പറഞ്ഞു. ആ സമയത്താണ് മൂർത്തി എങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. മൂർത്തി വന്നിട്ട് പറഞ്ഞു, മതി ശ്രീഹരിക്കുവാണെങ്കിൽ ഇവിടെ നിൽക്കാന്ന് പറയണം. കാരണം ശ്രീഹരിയോട് ലക്ഷ്മിയമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ല. ലക്ഷ്മിയമ്മ വയ്യാതെ കടന്ന സമയത്തൊക്കെ ശ്രീഹരിയാണ് അടുത്തുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സ്നേഹമൊക്കെ ലക്ഷ്മിയമ്മയ്ക്ക് ശ്രീഹരിയോടുണ്ട്. ഇത് കേട്ടപ്പോ സേതു ശ്രീഹരിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ശ്രീഹരി, നീ ഇവിടെ നിൽക്കുക. ഒരു പക്ഷെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, പല്ലവി മാത്രമല്ലേ ഉള്ളൂ, നീയും കൂടെ ഇവിടെ നിന്നോളാനായിട്ട് പറയാണ്. ശ്രീഹരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ശ്രീഹരി അവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. ഇന്ദ്രനും പ്രതാപനും ഒന്നും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവരെന്തൊക്കെയോ പ്ലാനുകളും മനസ്സിൽ കാണുന്നുണ്ടെന്ന് ഇന്ദ്രനും പ്രതാപനും തോന്നി. ഇന്ദ്രൻ ചെയ്ത ബുദ്ധിയുടെ പേരിലാണല്ലോ ഇപ്പം പൂർണ്ണിമേനെയൊക്കെ പടിയടിച്ചു വിട്ടിരിക്കുന്നത്. ലക്ഷ്മി അമ്മയുടെ ജീവിതം തകർന്നു. അതുകൊണ്ടാണ് സേതുവാന്ന് കരുതിയിട്ടാണ് ലക്ഷ്മി അമ്മ സേതുവിനോട് ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നത്. ഒടുവില് പൂർണ്ണിമയെ ചേർത്ത് പിടിച്ചിട്ട് സേതു പറഞ്ഞു, ബാമേ ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പോയേക്കാന്ന് പറയണം. ഇന്ദ്രൻ അങ്ങോട്ട് പോകാൻ പറ്റില്ലോ. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. പ്രതാപനൊരു വീടുണ്ട്, പ്രതാപൻ അങ്ങോട്ടേക്കും പോകാനായിട്ട് തീരുമാനിക്കണം. പക്ഷെ ഇന്ദ്രന്റെ ഇടയ്ക്ക് ചില പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സേതുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെടുത്ത ചില തീരുമാനങ്ങളായിരുന്നു. പക്ഷെ അത് സേതുവോ അല്ലെങ്കിൽ ഈ പറയുന്ന പൂർണ്ണിമ ആരുമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പല്ലവിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് ഇറങ്ങുവാണ്. പൂർണ്ണിമയെ ചേർത്ത് പിടിച്ചിട്ട് തന്നെയാണ് സേതു പോയി കാറിലേക്ക് കയറുന്നത്. കാരണം സേതുവിനറിയാം ഈ സമയത്ത് പൂർണ്ണിമയുടെ മനസ്സ് നന്നായിട്ട് തളരും. ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ചതാണ്. പിന്നെ തൻ്റെ അച്ഛൻ്റെ ഭാര്യയായിട്ട് ജീവിച്ച ആളാണ്. ഒറ്റ നിമിഷം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസിക ബുദ്ധിമുട്ട് അത് സേതുവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു കാരണവശാലും അമ്മയുടെ മനസ്സ് വേദനിക്കരുതെന്ന് സേതു വിചാരിച്ചു. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്തു, ഇന്ദ്രപ്രസ്ഥത്തിലേക്കും പോവുകയാണ്. അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് നല്ല സങ്കടമായി, എന്തോ ഭയങ്കര വിഷമായി പോയി. പല്ലവി വിഷമിച്ച് നിൽക്കുന്നിടപ്പത്തിന് ശ്രീഹരി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട പല്ലവി ചേച്ചി, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും പറയണം. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, പരിഹാരം അതധികം വൈകാതെ തന്നെ ഉണ്ടാകും ശ്രീഹരി, നീ നോയിക്കോ. അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു, ഇനിയിപ്പോ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം. വിഷമിക്കണ്ട മൂർത്തിയെങ്കിലെ, അങ്കൾ ഒരു കാര്യം മനസ്സിൽ കുറിച്ചു വെച്ചോ. ഇപ്പൊ ഈ ലക്ഷ്മിയമ്മ ചെയ്ത കാര്യമുണ്ടല്ലോ, പൊന്നുമടത്തിലെ
അധികാരിയായിട്ട് വാഴേണ്ടവളാണ് പൂർണ്ണിമ. ആ അമ്മയാണ് ഒരു നിമിഷം കൊണ്ട് ഒന്നും അല്ലാതാക്കി ഇറക്കി വിട്ടിരിക്കുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. പൂർണ്ണിമയ്ക്ക് വേണ്ടിയിട്ടാണ് സേതുവേണ്ട അച്ഛൻ ഈ വീട് പണി കഴിപ്പിച്ചേ. അപ്പൊ പൂർണ്ണിമാമ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കില്ലെന്ന് ആര് കണ്ടു? ഉറപ്പായിട്ടും വേദനിക്കും. അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. ലക്ഷ്മിയമ്മ ഇത് ഓർത്ത് കരയുന്ന നാളുകൾ വരാൻ പോകുന്നുള്ളൂ. ലക്ഷ്മിയമ്മയ്ക്ക് ഇതിന് തിരിച്ചടി കിട്ടിയിരിക്കും എന്ന് പറയണം. ആ സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നേ. ലക്ഷ്മി അത് കേട്ടു ഈ പറയുന്നതൊക്കെ പല്ലവി. കാരണം നെഞ്ചു പൊട്ടിയാണ് പൂർണ്ണിമ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആ അമ്മയുടെ മനസ്സിന്റെ നോവ് അത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതും പറഞ്ഞിട്ട് പല്ലവി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ലക്ഷ്മി അമ്മ മൈൻഡ് പോലും ചെയ്തില്ല. പല്ലവിയുടെ മനസ്സിൽ അത്രമാത്രം വേദന ഉണ്ടായിരുന്നു. ഈ സമയത്ത് ലക്ഷ്മി മൂർത്തിയോട് പറഞ്ഞു, പിന്നെ ഇപ്പൊ പൂർണ്ണിമ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്ട് സംഭവിക്കാനായിട്ട് പോന്നു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, പക്ഷെ അതുപോലെ അല്ലല്ലോ അമ്മ ഇത്. അറിയാലോ, അമ്മ സ്വയം മനസ്സാലെ ഇറങ്ങിപ്പോയതാണ്. പക്ഷെ പൂർണ്ണിമേനെ ഇവിടുന്ന് ഇറക്കി വിടുക ചെയ്തേ. അവരുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം വേദനയുണ്ട്. നിറവയറോട് കൂടിയിട്ട് ആ ഋതുവൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശ്രീഹരിയും കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. ശ്രീഹരി അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ഇന്ദ്രൻ നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുക. അവനൊരു അഹങ്കാരമുണ്ട്. അവന് കയറി കിടക്കാനായിട്ട് സ്ഥലമുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തിനും രാജേഷ്മിയാണ് വന്ന് കഥ തുറക്കുന്നത്. ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും നോക്കി എന്താന്ന് ചോദിക്കുകയാണ്. അമ്മേ, ഞാൻ ഇനി എന്താണെങ്കിലും ഇവിടെ തന്നെ കുറച്ചു ദിവസം കാണുമായിരിക്കും. അല്ല, അമ്മയല്ലേ പറഞ്ഞേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല, ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ. ഞാൻ ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജേഷ്മി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം, പക്ഷെ എനിക്ക് അതിനു മുമ്പ് നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറയണ. എന്ത് കാര്യങ്ങള്? ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് വേണം ഇന്ദ്ര നീ ഉത്തരം പറയാനായിട്ട്. ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ എന്താമ്മേ? ഇന്ദ്രന് അപകടം എടുത്തു. അല്ല, കഴിഞ്ഞ ദിവസം പാറുകൂടെ വീണിട്ടുണ്ടായിരുന്നു. നിനക്ക് ചായയൊക്കെ കൊണ്ട് തന്നതിന് ശേഷമാണ് അവൾ വീണിരിക്കുന്നത്. നീ അത് കണ്ടിട്ടും കൂടി ഇല്ല. സത്യമാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ എങ്ങനെ അറിയാനാ? എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം. നീ കള്ളത്തരം പറയണ്ട ഇന്ദ്ര, നിനക്ക് അതിനകത്ത് പങ്കുണ്ട്. പാറുവിടെ വീഴുന്ന കണ്ടിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. അവളുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നീ പടിയാൽ എണ്ണ ഒഴിച്ചിട്ടില്ലടാന്ന് ചോദിച്ചു. ഞാനോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും അമ്മേ. നീ കള്ളത്തരം പറയണ്ട. നിന്റെ മുറിയിൽ നിന്ന് എനിക്ക് എണ്ണക്കുപ്പി കിട്ടിയെന്ന് പറയണം. അത് കേട്ടപ്പോ ഇന്ദ്രൻ ഞെട്ടി. എന്നാലും നീ ഇത്രയ്ക്ക് ദുഷ്ടതരം കാണിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഇറങ്ങിക്കോണം. ഇപ്പൊ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. നിന്നെ ഇവിടെ ഇനി നിർത്താനായിട്ട് എനിക്ക് പേടിയാ. നിന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവളുടെ വയറ്റില് ആ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനും മടിക്കില്ല എന്ന് പറയണം. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, എങ്ങോട്ട് പോകാനായിട്ട്? ഇത് എന്റെ വീടല്ലേ. നിന്റെ വീട് അതൊക്കെ പണ്ട്. ഇനിയിപ്പൊ നീ ഇവിടെ നിൽക്കണ്ട, മര്യാദയ്ക്ക് പോയിക്കോണമെന്ന് പറഞ്ഞു. നിന്നെ ഇവിടെ നിർത്തിയാൽ ശരിയാകത്തില്ല. ഇറങ്ങി പോടാ പുറത്തുനിന്നൊക്കെ പറയണ്. ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിലോ? പോയില്ലെങ്കിൽ നിന്നെ കൊല്ലൂന്ന് പറയണ. കാരണം സഹിക്കാതിന് ക്ഷമിക്ക എല്ലാത്തിന്റെ ഒരു പരിധി കഴിഞ്ഞു. ക്ഷമിക്കാൻ ക്ഷമയുടെയൊക്കെ ഒരു പരിധി കഴിഞ്ഞു. ഇനി നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. കടക്കട പുറത്തുനിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ അങ്ങനെ പുറത്താക്കി കഥ അടിക്കുന്നുണ്ട് രാജേഷ്മി. രാജേഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം വരുന്നത് ഇന്ദ്രൻ ചെയ്ത പരിപാടികളൊക്കെ. ഈ സമയത്ത് പൂർണ്ണിമയും കൊണ്ട് സേതുവും സേതുവും ഋതുവും അവരെല്ലാരും കൂടെ ആ വാടക വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ അവിടെ മിത്രനൊക്കെ കാത്തു വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തിന് അവിടെ വെട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. ഈ സമയം സേതു ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്താ മിത്രേട്ടാ? കുറുപ്പമാനൊക്കെ ഉണ്ടായിരുന്നു കൂടെ. ഇതെന്താ ഇവിടെ വെട്ടവും വെളിച്ചൊന്നും ഇല്ലേന്ന് ചോദിക്കണം. അതെ, ഒരു പ്രശ്നമുണ്ട് സേതു എന്ന് പറയണം. അപ്പോഴാണ് കാറിനകത്തുനിന്ന് പൂർണ്ണവും പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്ല, എന്താ എന്താ മിത്രയുടെ കാര്യം ചോദിക്കണം. അത് പിന്നെ ഈ വീട് എന്ത് പറ്റി? അത് വാടക ഒഴിയാൻ പറഞ്ഞു. അയാൾ താക്കോലൊക്കെ ആയിട്ട് പോയെന്ന് പറയണേ. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാക്ക് പോലും പറയാത്ത എന്നൊക്കെ ചോദിക്കണം. അത് കാര്യമൊന്നും അറിയത്തില്ല എന്ന് പറയണം. അതപ്പോ ഇന്ദ്രന്റെ ഒരു കളിയായിരുന്നു. ഇന്ദ്രൻ കാണിച്ചു വെച്ച പരിപാടിയായിരുന്നത്. പക്ഷെ ഇന്ദ്രന്റെ തന്ത്രമാന്നുള്ള കാര്യം അവർക്കൊട്ട് അറിയത്തുണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. അയാൾ പോയെന്ന് പറഞ്ഞപ്പോ സേതു പറഞ്ഞു, അത് ഇവിടുത്തെ ന്യായവാ എന്നൊക്കെ ചോദിക്കണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ സേതുവിന് ഭയങ്കര വിഷമമായി. കാരണം ഇവരെല്ലാം കൊണ്ട് എല്ലാവരെയും കൊണ്ട് പോയി ഇറങ്ങുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതും ഈ പാതിരാത്രി സമയത്ത്. അമ്മയും പെങ്ങന്മാരും നടുറോട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ. അവർക്ക് ഉറങ്ങണം, വിശ്രമിക്കണം. പോരാത്തതിന് പൂർണ്ണമയ്ക്കാണെങ്കിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും കുറുപ്പമ്മ പറഞ്ഞു, ഇത് എന്ത് പരിപാടിയെ കാണിച്ചു വെച്ചിരിക്കണെന്ന് ചോദിക്കണേ. ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് മിത്രം പറഞ്ഞു, അതെ, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഇതിന്റെ പിന്നിൽ ആ ലക്ഷ്മിയമ്മ ഉണ്ടോന്ന് പോലും സംശയം ഉണ്ടെന്ന് പറയണം. ചിലപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടാവുമെന്നൊക്കെ
മിത്രനും പറഞ്ഞു. അപ്പൊ ഇറങ്ങിപ്പോന്നപ്പോ അതിന്റെ വാശി തീർത്താണോന്ന് പറയാനും പറ്റില്ല. സേതുവിനൊക്കെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ മിത്രനൊക്കെ അതാണ് സംശയം. ഒടുവിൽ മിത്രം പറഞ്ഞു, പേടിക്കണ്ട സേതു, എന്താണെങ്കിലും ഞങ്ങൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, ഈ രാത്രിയിൽ ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോകണം. അങ്ങനെ തോറ്റു കൊടുക്കാനായിട്ട് അവരാരും തയ്യാറായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.